നമസ്കാരം. ഒരുപാടധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ഹെയർ ലോസ് എന്ന് പറയുന്നത്, മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുടി കൊഴിച്ചിലിനെ പറ്റി ഒരു വീഡിയോ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മുടി കൊഴിച്ചിലിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ദയവ് ചെയ്ത് കാണുക. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ ചാനലിൻ്റെ പേജിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന ഈ മുടി കൊഴിച്ചിൽ നമുക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ഈ പനങ്കുല പോലത്തെ മുടി എന്ന് മലയാളികൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആക്ച്വലി തെറ്റാണ്. കാരണം പനങ്കുല പോലത്തെ ഒരു മുടി എന്ന് പറയുന്നത് അത് ആക്ച്വലി ഭയങ്കരമായിട്ട് അത്ര പോസിബിൾ അല്ല. കാരണം പനങ്കുല പോലത്തെ മുടി എന്ന് പറയുമ്പോൾ, കാരണം മുടി ഒരു പർട്ടിക്കുലർ ഒരു ലെങ്ത് എത്തുമ്പോൾ തന്നെ ഈ മുടി അങ്ങ് പൊട്ടിപ്പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോ ഈ പനങ്കുല പോലത്തെ മുടി എന്ന് പറയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാടധികം ഫാക്ടേഴ്സ് ആണ്. ജെനറ്റിക്സും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ മുടിക്ക് ഒരു ലെങ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുടി നമുക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് അത്യാവശ്യം നല്ലൊരു ലെങ്ത് കിട്ടുകയും നിങ്ങളുടെ മുടിയിലുള്ള ബാക്കി പല പല പ്രശ്നങ്ങളും, മാത്രമല്ല മുടി കൊഴിച്ചിൽ പോലത്തെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനും ഇത് പറ്റും. മുടിയുടെ ഹെൽത്തും കൂടും, മുടി തഴച്ചു വളരാനും മുടിക്ക് നല്ലൊരു ലെവലിലുള്ള ഒരു നീളം വെക്കാനും ഇത് ഒരുപാടധികം സഹായിക്കും. അപ്പൊ ആദ്യത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുടി ഹീറ്റ് ചെയ്യുന്നത്. ഒരുപാടധികം ആൾക്കാർ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി ഹീറ്റ് ചെയ്യും. മുടി ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാടധികം പ്രശ്നമാണ് നമ്മുടെ മുടിക്ക് ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ മുടിക്ക് നമുക്കറിയാം കെരട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചറാണ് നമ്മുടെ മുടി ഉണ്ടാക്കുന്നത്. ഈ കെരട്ടിൻ പ്രോട്ടീൻ ആണ് നമ്മുടെ മുടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി മുടി ഹീറ്റ് ചെയ്യുമ്പം നമ്മൾ ആക്ച്വലി കെരട്ടിനെ വീക്കൻ ചെയ്യും, കെരട്ടിന്റെ ശക്തി കുറയ്ക്കും. അപ്പൊ ഈ കെരട്ടിൻ ബോണ്ടിന്റെ ശക്തി കുറയുമ്പോൾ അവിടെ ആക്ച്വലി മുടിയുടെ ശക്തിയാണ് കുറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹെയറിനെ ഹീറ്റ് ചെയ്യരുത്. മുടിയെ ഹീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഒരുപാടധികം ഹെയർ ഫോളിന് കാരണമാകും. ഇനി ഒരുപാടധികം ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നനഞ്ഞ മുടി കെട്ടിവെക്കും. അപ്പോൾ ഈ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത് വളരെയധികം രീതിയിൽ മുടി കൊഴിച്ചിലിന് കാരണം നമുക്കറിയാം നമ്മുടെ മുടി നനഞ്ഞിരിക്കുമ്പോൾ മുടിയുടെ വേര് വളരെയധികം സോഫ്റ്റ് ആവും. അപ്പൊ നമ്മൾ ഈ നനഞ്ഞ മുടി നമ്മൾ കെട്ടിവെക്കുമ്പോൾ ആ മുടി അങ്ങ് അവിടുന്ന് പൊട്ടിപ്പോവാനും അല്ലെങ്കിൽ അവിടുന്ന് ഊരി വരാനും ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നല്ലതായിട്ട് കുളിച്ചു കഴിഞ്ഞ് നല്ല ഉണങ്ങിയ മുടി മാത്രം നമ്മൾ കെട്ടിവെക്കാനായിട്ട് നോക്കുക. ഇനി അടുത്തൊരു റീസൺ ആണ്, ഒരുപാടധികം ആൾക്കാർ പലതരം വീഡിയോസും പലതരം ഡയറ്റ് പ്ലാനും കണ്ട് വെയിറ്റ് ലോസ് ചെയ്യും. അപ്പൊ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കും. വെയിറ്റ് കുറയ്ക്കാനായിട്ട് പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരുപാട് രീതിയിൽ അന്നജം കട്ട് ചെയ്യും. അപ്പൊ ഒരുപാട് രീതിയിൽ അന്നജം കട്ട് ചെയ്യും, ഒരുപാട് നേരം ഫുഡ് കട്ട് ചെയ്യും. അപ്പൊ ഈ 2-3 നേരം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് 1 നേരത്തേക്കാക്കും, 2 നേരത്തേക്കാക്കി, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ, ഒരുപാടധികം ഡയറ്റ് പ്ലാൻസ് ആൾക്കാർ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മുടി കുറയാനുള്ള അല്ലെങ്കിൽ മുടി പൊഴിയാനുള്ള ചാൻസും കൂടും. അപ്പൊ നിങ്ങൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ അന്നജം വളരെയധികം രീതിയിൽ കുറയ്ക്കരുത്. അന്നജം വേണം. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ മുടിക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. ഒരുപാട് രീതിയിൽ പ്രോട്ടീൻ കഴിക്കുക, മുട്ട കഴിക്കുക, പൾസസ് കഴിക്കുക, പയറുവർഗ്ഗങ്ങൾ കഴിക്കുക, ധാന്യങ്ങൾ കഴിക്കുക, മുളകൾ കഴിക്കുക. അങ്ങനെ പ്രോട്ടീൻ കണ്ടന്റ് നിങ്ങൾ മാക്സിമം കൂട്ടണം. അന്നജം തീരെ കുറയ്ക്കുകയും ചെയ്യരുത്. 1 മാസം വളരെയധികം രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് ഒന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. 2 ആഴ്ചയിൽ 1 കിലോ വെയിറ്റ് കുറയ്ക്കുന്നതാണ് നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരാഴ്ചയിൽ 2 കിലോ 3 കിലോ ഒന്നും കുറയ്ക്കാനായിട്ട് പോകരുത്. 2 ആഴ്ചയിൽ 1 കിലോ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം നോർമലാണ്, അത് പ്രശ്നം ഉണ്ടാക്കത്തില്ല. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ്, നിങ്ങൾ എപ്പോഴും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മതിയായ രീതിയിൽ കഴിക്കുക. ഇനി അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ കാരണം കൊണ്ട് ഒരുപാടധികം ആൾക്കാരുടെ സ്ലീപ്പ് അല്ലെങ്കിൽ ഉറക്കം വളരെയധികം കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാടധികം ഹോർമോണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. ഈ ഹോർമോണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെയും മുടി കൊഴിയാനുള്ള വളരെയധികം ചാൻസ് വളരെയധികം കൂടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്ട്രെസ് വളരെയധികം കൂടും. ഈ സ്ട്രെസ് കൂടുമ്പോഴും നമുക്ക് ഒരുപാടധികം കോർട്ടിസോളും അക്യൂട്ട് ഫേസ് റിയാക്ഷൻസ് വളരെയധികം രീതിയിൽ കൂടും. അപ്പൊ ഇത് കാരണം, ഈ ഓരോ കെമിക്കൽസ് കാരണം, ഈ ഓരോ ഹോർമോൺസ് കാരണവും നമ്മുടെ ബോഡിയിൽ മുടി പൊഴിച്ചിലിന്റെ ചാൻസ് വളരെയധികം കൂടും. അപ്പൊ മിനിമം ഒരു 7 മണിക്കൂർ സ്ലീപ്പ് എല്ലാ ആൾക്കാരും ചെയ്യുക. 7 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു മിനിമം 6 മണിക്കൂറേലും എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കും. പിന്നെ അടുത്തൊരു കാര്യമാണ്, പല ആൾക്കാരുടെ വെള്ളം കൂടി വളരെയധികം കുറവാണ്. അപ്പം മാക്സിമം നിങ്ങളൊരു 3 ലിറ്റർ വെള്ളം എല്ലാ ആൾക്കാരും കുടിക്കാൻ ശ്രമിക്കുക. വെള്ളം കൂടി കുറഞ്ഞാൽ മുടിക്ക് വളരെയധികം രീതിയിലുള്ള പ്രശ്നങ്ങളും ഡാമേജും ഉണ്ടാക്കാനായിട്ട് വളരെയധികം വലിയൊരു ഫാക്ടറാണ്. അപ്പൊ എല്ലാ ആൾക്കാരും 3 ലിറ്റർ വെള്ളം മിനിമം കുടിക്കാനായിട്ട് നോക്കുക. കൂടുതൽ വെള്ളം കുടിക്കരുത്, കുറവ് വെള്ളം കുടിക്കരുത്. 3 ലിറ്റർ വെള്ളം ഐഡിയലി നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ്, പല ആൾക്കാരും പലതരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഫേസ് ചെയ്യുന്നു. അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, പിന്നെ തൈറോയിഡ് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ.
അപ്പൊ ഇതെല്ലാം കാരണം നമുക്ക് മുടികൊഴിച്ചിൽ വരും. അപ്പൊ മുടികൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ അയണും തൈറോയ്ഡ് ഹോർമോണും വൈറ്റമിൻ B12 വൈറ്റമിൻ ഡിയും ടെസ്റ്റ് ചെയ്തിരിക്കുക. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുപാടധികം മുടികൊഴിച്ചിൽ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പെൺകുട്ടികൾക്കാണ് ഈ മുടികൊഴിച്ചിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അയൺ ഡെഫിഷ്യൻസി അനീമിയ നിങ്ങളുടെ അയണിന്റെ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. കാരണം ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ചാൻസ് കൂടുതൽ. കാരണം മെൻസ്ട്രേഷൻ ഉണ്ടാവും, എല്ലാ മാസവും മെൻസ്ട്രേഷൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാടധികം ബ്ലഡ് ലോസ് ഉണ്ടാവും, ഹിമോഗ്ലോബിന്റെ അളവ് കുറയും, അയണിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ അതുപോലെ കുറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ഗേൾ ആണെങ്കിൽ, ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മുടിപൊഴിച്ചിലുണ്ടെങ്കിൽ അയണിന്റെ ലെവൽ ചെക്ക് ചെയ്യുക. അയൺ ഡെഫിഷ്യൻസി അനീമിയ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. വിളർച്ച വളരെയധികം രീതിയിൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു അസുഖം. അടുത്ത് നിങ്ങൾ ഒരുപാടധികം നട്ട്സ് സീഡ്സും കഴിക്കാൻ നോക്കുക. ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ആൽമണ്ട്സ്, വാൽനട്ട്സ്, കശുവണ്ടി, പിസ്ത, ബദാം, എല്ലാ ദിവസവും ഒരു 3 ബദാം കഴിക്കുന്നത് വളരെയധികം മുടിക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ ചിയ സീഡ്സും നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ നമ്മൾ വളരെയധികം രീതിയിൽ ശ്രദ്ധിക്കാം. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ചിയ സീഡ് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കേണ്ടത്, അത് പ്രോപ്പറായിട്ട് കഴിച്ചില്ലെങ്കിൽ ഗുണത്തിനേക്കാൾ ഏറെ ദോഷമാണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എന്റെ വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും. ഇനി പല ആൾക്കാർ ചെയ്യുന്ന വളരെയധികം വലിയൊരു മിസ്റ്റേക്ക് ആണ് മുടിയെ ചൂടുവെള്ളത്തിൽ കഴുകും. മുടിയെ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലും സെബോ എല്ലാം പോവും. അപ്പൊ ഒരുപാട് നമ്മുടെ മുടി ഫ്രിസി ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം മുടി ഫ്രിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെയധികം ബെസ്റ്റ് ടിപ്പാണ് റിവേഴ്സ് കണ്ടീഷനിങ് എന്ന് പറയും. അപ്പൊ ഈ റിവേഴ്സ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷണർ നമ്മൾ ആദ്യം ഉപയോഗിക്കുക, ഷാമ്പു അടുത്ത് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന എന്താണ്, ആദ്യം നമ്മൾ ഷാമ്പു ഉപയോഗിക്കും, എന്നിട്ട് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കും. പക്ഷേ ഹെയർ നല്ല ഫ്രിസി ആയിട്ടും ഡ്രൈ ആയിട്ടും പരിപരാന്നിരിക്കുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടീഷണർ ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കാൻ നോക്കുക. അത് വളരെയധികം രീതിയിൽ ഹെയറിന്റെ ഫ്രിസിനെസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ സ്കാൽപ്പ് മസാജ്. നമ്മൾ മാക്സിമം ഒരു ദിവസം 2 തവണ നമ്മുടെ സ്കാൽപ്പിലേക്ക് മസാജ് ചെയ്യാൻ നോക്കുക. അത് ചൂട് മസാജ്, ഹോട്ട് ഓയിൽ മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. ഹോട്ട് ഓയിൽ മസാജ് ഒന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ സ്കാൽപ്പിനെ നമ്മൾ മാക്സിമം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മാക്സിമം നമ്മൾ 2 നേരം നമ്മൾ നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്ന വഴി രക്തോട്ടം കൂട്ടും, സ്കാൽപ്പിന് ന്യൂട്രിയന്റ് സപ്ലൈയും അതുവഴി കൂടുന്നതായിരിക്കും. ഒരുപാടധികം ആൾക്കാർ ചോദിക്കുക എന്നുള്ളൊരു കാര്യമാണ്, ഒരുപാട് പ്രാവശ്യം മുടി ചീപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് കൂടുമോ, മുടി കൊഴിച്ചിൽ കുറയുമോ? ഇത് വളരെയധികം രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരുപാട് തവണ മുടി ചീപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മുടിയുടെ ഗ്രോത്ത് കൂടത്തില്ല. അത് മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടും, മുടിയുടെ റൂട്ടിന്റെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം മുടി ചീപ്പിയിട്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതൊരു വുഡൻ കോമ്പ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അതും പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിന്റെ സൈസും പ്രോപ്പർ ആയിട്ടുള്ള വിഡ്ത്തും സ്പേസിങ്ങും ഉള്ള ബ്രഷ് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് കോംബ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അടുത്തൊരു കാര്യമാണ്, എല്ലാ ആൾക്കാരും ചോദിക്കും നമ്മൾ ഷാമ്പു തേച്ചാലും കണ്ടീഷണർ തേച്ചാലും മുടി പൊഴിയുമോ എന്ന്. അപ്പൊ എക്സസീവ് ആയിട്ടുള്ള ഷാമ്പു, എക്സസീവ് ആയിട്ടുള്ള കണ്ടീഷനിങ് ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊഴിയും. പക്ഷേ മിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം, ചെയ്തില്ലെങ്കിലും നമുക്ക് മുടി പൊഴിയും. അപ്പൊ എപ്പോഴും നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, സ്കാൽപ്പിന്റെ വൃത്തി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ ആൾക്കാരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും, ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും എല്ലാ ആൾക്കാരും പ്രോപ്പർ ആയിട്ട് സ്കാൽപ്പില് ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഡെയിലി കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി പൊഴിയുമോ എന്ന്. ആക്ച്വലി ഞാൻ പറയാം, അതിനൊരുപാടധികം ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു എന്നും ഡെയിലി കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി പൊഴിയുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഡിസ്കഷൻസിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കുളിക്കുക. സ്കാൽപ്പിന്റെ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സ്കാൽപ്പ് ക്ലീൻ അല്ലെങ്കിൽ, സ്കാൽപ്പിൽ വൃത്തിയില്ലെങ്കിൽ ഒരുപാടധികം രീതിയിലുള്ള മുടി പൊഴിച്ചിലുള്ള ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സ്കാൽപ്പ് വൃത്തിയായിട്ട് വെക്കുക. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് അല്ലെങ്കിൽ 1-2 വിട്ടെങ്കിലും നമ്മൾ എന്നും കുളിക്കാൻ നോക്കുക. ഒരുപാടധികം വിയർപ്പ് സ്കാൽപ്പിൽ തങ്ങി നിൽക്കുന്നത് ഒരുപാടധികം രീതിയിലുള്ള ബാക്ടീരിയാസിനെയും ഫംഗസിനെയും ഗ്രോ ചെയ്യാനായിട്ട് അവിടെ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ അതുവഴി നമുക്ക് ഒരുപാടധികം രീതിയിൽ ഡാൻഡ്രഫ് വരാനും ഒരുപാടധികം രീതിയിലുള്ള മുടി പൊഴിച്ചിലിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ വൃത്തിയായിട്ട് സ്കാൽപ്പ് സൂക്ഷിക്കുക. അതുകൊണ്ട് കുളിക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് എല്ലാ ഡെർമറ്റോളജിസ്റ്റും ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഡെർമറ്റോളജിസ്റ്റ് നമ്മളോട് പറയുന്നത്. അപ്പൊ മാക്സിമം ഒരു 2 to 3 തവണ എല്ലാ ആഴ്ചയും നമ്മൾ നമ്മുടെ സ്കാൽപ്പ് കഴുകാനായിട്ട് ശ്രമിക്കുക. ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുക. ഫ്രിസി ഹെയർ ഉള്ളവരാണെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം ഷാമ്പു യൂസ് ചെയ്യുക. അല്ല നോർമൽ ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം ഷാമ്പു യൂസ് ചെയ്യുക, പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും 2 മുട്ട കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. 2 മുട്ട കഴിക്കാം, 1 പിടി കപ്പലണ്ടി കഴിക്കാം. അപ്പൊ ഇതുവഴി നമുക്ക് ഒരുപാടധികം പ്രോട്ടീനും ബയോട്ടിനും എല്ലാം കിട്ടും. പിന്നെ ഒരുപാടധികം രീതിയിലുള്ള ബെറീസ്, ക്രാൻബെറി, റാസ്ബെറി, ബ്ലൂബെറി, ഇതെല്ലാം നമുക്ക് കഴിക്കാം. പിന്നെ ഒരുപാട് നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്.
പിന്നെ ഒരുപാടധികം രീതിയിൽ പംകിൻ സീഡ് കഴിക്കുന്നത് നല്ലതാണ്. പംകിൻ സീഡ്, വാട്ടർമെലൺ സീഡ്, സൺഫ്ലവർ സീഡ്, ഇതിലൊക്കെ ഒരുപാടധികം നമുക്ക് സിങ്കും അതുപോലെ തന്നെ സെലീനിയം ഉണ്ട്. അപ്പോൾ ഇത് സിങ്കും സെലീനിയം വളരെയധികം നമ്മുടെ മുടിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ തന്നെ ഈ സെലീനിയവും സിങ്കും വളരെയധികം രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ സെലീനിയം സിങ്കും അടങ്ങിയ ഫുഡ്, അതായത് നമ്മുടെ പംകിൻ സീഡ്, നമ്മുടെ ഒരുപാടധികം വിത്തുകൾ വളരെയധികം നല്ലതാണ്. പംകിൻ സീഡും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡൊക്കെ വളരെയധികം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ മാക്സിമം നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഇലക്കറി കഴിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മുരിങ്ങയിലയാണ്. എല്ലാ ദിവസവും നമ്മൾ മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിൽക്കും. അത് വളരെയധികം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ മുരിങ്ങയില നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ശ്രമിക്കുക. മുരിങ്ങയില വളരെയധികം നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളുടെ മുടി പൊഴിച്ചിൽ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒരുപാടധികം രീതിയിലുള്ള പരിക്കൻ തോർത്തുകൾ, അല്ലെങ്കിൽ വളരെയധികം കട്ടിയുള്ള മെറ്റീരിയലുള്ള തോർത്തും ടവലൊന്നും ഉപയോഗിച്ച് നമ്മുടെ മുടിയെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്താതിരിക്കുക. വളരെയധികം ലൈറ്റ് ആയിട്ടുള്ള സാറ്റിൻ തുണിയാണ് എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ സാറ്റിൻ തുണിയോ അങ്ങനെയുള്ള വളരെയധികം ലൈറ്റ് ആയിട്ടുള്ള സിൽക്കി സ്മൂത്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മുടെ മുടിയെ തുടയ്ക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ബ്രേക്കേജും പൊട്ടിപ്പോവാനും മുടിയുടെ അറ്റം പൊട്ടിപ്പോവാനൊക്കെ വളരെയധികം ചാൻസ് കൂടുതൽ. പിന്നെ നമ്മുടെ മുടിയെ പല ആൾക്കാരും വളരെയധികം ടൈറ്റ് ആയിട്ടുള്ള ബണ്ണ് ഉപയോഗിച്ച് കെട്ടാറുണ്ട്. വളരെയധികം രീതിയിൽ ടൈറ്റ് ആയിട്ടുള്ള പോണി ടെയിൽ കെട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടുന്നത് വഴി നമ്മുടെ മുടിയുടെ അകത്തുള്ള ടെൻഷൻ കൂടും. അപ്പോൾ ഈ മുടിയുടെ ടെൻഷൻ കൂടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മുടി വളരെയധികം രീതിയിൽ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാക്ഷൻ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാക്ഷൻ ഹെയർ ഫോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നല്ല ലൂസായിട്ട് നമ്മൾ ബണ്ണ് വെച്ച് കെട്ടുക. അതുപോലെ തന്നെ ലൂസായിട്ടുള്ള പോണി ടെയിൽസ് നമ്മളെപ്പോഴും കെട്ടുക. പിന്നെ ഈ ഹെയർ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദയവേത് ഹെയർ എക്സ്റ്റൻഷൻ ഉപയോഗം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ മാറ്റി തന്നെ വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ഫ്രണ്ടിലത്തെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഫ്രണ്ടിലത്തെ മുടി പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുവഴി നമ്മുടെ നെറ്റി നല്ല കയറി വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം ഈ വിഗും അതുപോലെ തന്നെ എക്സ്റ്റൻഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ യൂസ് കഴിഞ്ഞതിന് ശേഷം അതിനെ റിമൂവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മുട്ട തേക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം അതിന് നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റും സിൽക്കി ആക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ തൈര്, മോര് ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. തൈരും മോരും ഒരുപാടധികം ലാക്റ്റിക് ആസിഡ് ഉണ്ട്. മുടിക്ക് ഒരുപാടധികം മുടിയുടെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറുമാണ്. ഇനി അടുത്ത് ഈ കുളിച്ചിട്ട് ബ്ലോ ഡ്രൈയിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കഴിവതും നിങ്ങൾ ബ്ലോ ഡ്രൈയിങ് ഉപേക്ഷിക്കുക. ഇനി നിങ്ങൾക്ക് ബ്ലോ ഡ്രൈയിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹീറ്റ് സെറ്റിംഗ്, ബ്ലോ ഡ്രൈയറിന്റെ ഹീറ്റ് സെറ്റിംഗ് ഏറ്റവും ലോവസ്റ്റിലേക്ക് കൊണ്ടുവരിക, ഏറ്റവും കുറച്ചിടുക. എന്നിട്ട് ബ്ലോ ഡ്രൈയർ മുടിയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് പിടിക്കുക. മാത്രമല്ല മുടിയും ബ്ലോ ഡ്രൈയറും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് 15 സെന്റിമീറ്ററോ 15 സെന്റിമീറ്ററിനെക്കാളും കൂടുതലോ ആക്കുക. മിനിമം 15 സെന്റിമീറ്റർ നിങ്ങൾ മുടിയിൽ നിന്ന് മാറ്റി വേണം ബ്ലോ ഡ്രൈയറിന് എപ്പോഴും പിടിക്കുക. അതും താഴത്തേക്കേ പിടിക്കാവുള്ളൂ. റൂട്ടിലേക്ക് ഡയറക്റ്റ് ഹീറ്റ് നിങ്ങൾ അല്ലെങ്കിൽ ആ ചൂട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ മുടിയിലെ എന്ത് ഷാമ്പു ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കണം, സൾഫേറ്റ് അടങ്ങിയ ഷാമ്പു നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. സൾഫേറ്റ് അടങ്ങിയ ഷാമ്പു വളരെയധികം ഡേഞ്ചറസ് ആണ് നമ്മുടെ മുടിക്ക്. സൾഫേറ്റ് അടങ്ങിയ ഷാമ്പു നിങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ മുടിയിൽ വളരെയധികം മൈൽഡ് ഷാമ്പു ഉപയോഗിക്കുക. മുടിയിൽ സ്ക്രബ് ഉപയോഗിക്കുക, സ്കാൽപ്പിൽ സ്ക്രബ് ഉപയോഗിക്കുക. സ്ക്രബ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കാൽപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അപ്പോൾ സ്ക്രബിൽ എപ്പോഴും നിങ്ങൾ നോക്കണം സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലേറ്റ് ഉള്ള സ്ക്രബ്സ് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം സാലിസിലിക് ആസിഡോ സാലിസിലേറ്റോ ഉള്ള സ്ക്രബ്സ് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിനെ വളരെയധികം നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം രീതിയിൽ സഹായിക്കുന്നത്. അപ്പം ഇനി അടുത്തൊരുപാട് അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് നാരങ്ങ തലയിൽ തേക്കുന്നത്. അപ്പോൾ ഈ നാരങ്ങ തലയിൽ തേക്കുന്നത് മാക്സിമം നിങ്ങൾ നിർത്തുക. കാരണം നാരങ്ങ ഒരു അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ് നമ്മുടെ മുടിക്ക്. അപ്പോൾ ഒരുപാട് ഇറിറ്റേഷൻസ്, ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം ആൾക്കാർ ഉള്ളുനീര് തേക്കാറുണ്ട്. അപ്പോൾ ഈ ഉള്ളുനീര് തേക്കുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം അത് ഒരുപാടധികം രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളുനീര്, നാരങ്ങ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ മുടിയിലുള്ള ഹെയർ ഫോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുടിയിലേക്ക് നല്ലൊരു രീതിയിലുള്ള മുടിക്കുള്ള ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് മുടിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ ചെന്ന് കാണുക, അത് ട്രീറ്റ് ചെയ്യുക. തുടക്കത്തിലേ നമ്മൾ ട്രീറ്റ് ചെയ്തതിന് വളരെ എളുപ്പത്തിൽ നമ്മുടെ മുടി പൊഴിച്ചിൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാ ആൾക്കാർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ചാനലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാടധികം മെഡിക്കൽ എഡ്യൂക്കേഷനും മെഡിക്കൽ കണ്ടന്റും ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. മാത്രം ഒരുപാടധികം അസുഖങ്ങളെ പറ്റി ഞാൻ എൻ്റെ ചാനൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾ മിസ്സാക്കാതിരിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രണവ് പി നായർ സൈനിങ് ഓഫ്. ബൈ ബൈ.